നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചൈനീസ് ചിക്കൻ സൂപ്പാണ്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരം ഓർഡർ ചെയ്യാറുള്ള ഹോട്ട് ആൻഡ് സവർ ചിക്കൻ സൂപ്പ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് 5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത്, ക്യാരറ്റ് ചെറിയ പീസുകളാക്കിയത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി മതിയാവും, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചെടുത്തത്, 2-3 വെളുത്തുള്ളി ചതച്ചത്, 200 ഗ്രാം ചിക്കൻ, ബോൺലെസ് ആണെങ്കിൽ 150 ഗ്രാം മതിയാവും, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അടച്ചു വെച്ച് ഏകദേശം 20-25 മിനിറ്റ് നേരം വേവിക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ് നേരം തിളപ്പിച്ചു. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതിൽ നിന്നും കോരിയെടുത്ത് ചൂടൽപ്പം കുറയുന്നതിനായി മാറ്റി വയ്ക്കണം. പിന്നീട് നമ്മൾ ചിക്കൻ വേവിച്ച ഈ വെള്ളം, അതായത് ചിക്കൻ സ്റ്റോക്ക്, ഇത് അരിച്ചെടുക്കണം. ചിക്കൻ സ്റ്റോക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 4 കപ്പോളം ഉണ്ട്. നമ്മൾ 5 കപ്പ് വെള്ളമായിരുന്നു ചിക്കൻ വേവിക്കാൻ വേണ്ടി ഒഴിച്ചിരുന്നത്. അത് അല്പം വറ്റി ഇപ്പം 4 കപ്പായിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ചൂടാറിയ ശേഷം എല്ലിൽ നിന്നും വേർപെടുത്തി ഇതുപോലെ കൈകൊണ്ട് തന്നെ ചെറിയ പീസുകളായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതും മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. സൂപ്പിനെ നല്ലതുപോലെ തിക്കൻ ചെയ്യാൻ, നല്ലപോലെ കൊഴുപ്പുള്ളതാക്കാനാണ് നമ്മൾ കോൺഫ്ലോർ ഉപയോഗിക്കുന്നത്. ഇനി ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ചേർക്കുക. വളരെ പെട്ടെന്ന് ഒരു 5-10 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഒനിയൻ ബൾബ് ചോപ്പ് ചെയ്തത്, അതായത് സ്പ്രിംഗ് ഒനിയൻ്റെ ചുവട്ടിലുള്ള വെളുത്ത ഭാഗം, 1/4 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റ്, നീളത്തിലരിഞ്ഞാൽ നല്ലത്, 1/2 കപ്പോളം കാബേജ് നീളത്തിലരിഞ്ഞത്, 3 ടേബിൾ സ്പൂണോളം ബീൻസ് ചോപ്പ് ചെയ്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കുക. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വേവണമെന്നില്ല. ഹൈ ഫ്ലെയിമിൽ ഒന്ന് പെട്ടെന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. ക്യാപ്സിക്കം, സെലറി, മഷ്റൂം ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ സോയ് സോസ് 2 തരത്തിൽ കിട്ടാറുണ്ട്, ഡാർക്കും ലൈറ്റും. ഞാനിവിടെ ലൈറ്റ് സോയ് സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡാർക്കായിട്ടുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് സോയ് സോസ് ഉപയോഗിക്കാവുന്നതാണ്. ഡാർക്ക് സോയ് സോസിനാണ് കളർ കൂടുതലെങ്കിലും ലൈറ്റ് സോയ് സോസിനായിരിക്കും ഫ്ലേവർ കൂടുതൽ. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനാഗിരി. സോസുകൾ രണ്ടും നമ്മൾ 1 ടേബിൾ സ്പൂൺ വീതമാണ് ഒഴിച്ചത്. ഇതൊരു ടീസ്പൂണാണ്. 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഫ്രഷായിട്ട് പൊടിച്ചെടുത്തത് ചേർക്കാൻ ശ്രമിക്കുക. ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് ചേർക്കണം. ഉപ്പിൻ്റെ അളവ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സോയ് സോസിനെ അനുസരിച്ചിരിക്കും. ചില സോയ് സോസിന് ഉപ്പ് കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യാനുസരണം ചേർക്കുക. ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർക്കുന്നത്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. പിന്നീട് ഇത് ഏകദേശം 2 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട അല്പാൽപമായിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. മുട്ട ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. മുട്ടയാണ് സാധാരണ ചൈനീസ് സൂപ്പുകളിൽ ഒരു വെളുത്ത പാട പോലെ കാണപ്പെടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നത് ചേർക്കണം. നേരത്തെ മുട്ട ചേർത്തതുപോലെ അല്പാൽപമായിട്ട് ചേർത്ത് ഇളക്കുക. കോൺഫ്ലോർ ചേർത്ത ശേഷം വീണ്ടും തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. പിന്നീടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, പുളി, എരിവ് ഇതൊന്ന് ബാലൻസ് ചെയ്യുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ചേർക്കുക. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി വിനെഗർ ചേർക്കുക. അതുപോലെ ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത ശേഷം തീ ഓഫ് ചെയ്യുക. സൂപ്പ് ഉണ്ടാക്കി ഉടനെ തന്നെ ചൂടോടുകൂടി സെർവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.